ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻ ഇൻ SQL എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് ചില കേസുകളിലൊക്കെ രണ്ടോ ഇതിൽ കൂടുതലോ ടേബിൾസിൽ നിന്നൊക്കെ ഡേറ്റാസ് ഫെച്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ ഈ രണ്ടോ ഇതിൽ കൂടുതലോ ടേബിൾസ്, ആ ടേബിൾസിലുള്ള ഡേറ്റ് നമ്മൾ ഒറ്റ ടേബിളിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ SQLൽ ഈ ജോയിൻ ഓപ്പറേഷൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ SQL ജോയിനിൽ എങ്ങനെയാണ് രണ്ടതിൽ കൂടുതൽ ടേബിൾസ് ഉണ്ടെങ്കിൽ ആ ടേബിൾസിൻ്റെ കോളംസിൻ്റെ വാല്യൂസ് ബേസ് ചെയ്തിട്ട് ആ കോളംസിനെയൊക്കെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ SQL ക്വറീസിൽ ഇതുപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ ഇതിൽ കൂടുതലോ ടേബിൾസൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ജോയിൻ എന്ന് പറയുന്നത്. ടേബിൾസൊക്കെ ജോയിൻ ചെയ്യാനുള്ള മിനിമം റിക്വയർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് n-1 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേബിൾസ്. ഒരു പർട്ടിക്കുലർ ടേബിൾ നമുക്ക് ആ ടേബിളിനോട് തന്നെ ജോയിൻ ചെയ്യാം. അതിന് നമുക്ക് സെൽഫ് ജോയിൻ എന്ന് വിളിക്കാം. പലതരത്തിലുള്ള ജോയിനുകളുണ്ട് SQLൽ. ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോസ് ജോയിൻ ഓർ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ രണ്ടതിൽ കൂടുതലോ ടേബിൾസ് നമ്മൾ ക്രോസ് ജോയിൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആ ടേബിൾസിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് റോസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ടേബിൾ നമുക്ക് ഫസ്റ്റ് ടേബിളിന് വിളിക്കാം, സെക്കൻഡ് ടേബിളിന് വിളിക്കാം. ഫസ്റ്റ് ടേബിളിനോട് സെക്കൻഡ് ടേബിൾ ക്രോസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടായിട്ടുള്ള ടേബിളിൻ്റെ റെക്കോർഡ് എങ്ങനെയിരിക്കും? ആദ്യത്തെ ടേബിളിൻ്റെ റോസ് രണ്ടാമത്തെ ടേബിളിനോട് കമ്പൈൻ ചെയ്ത് മ്പോൾ എങ്ങനെ ഇരിക്കുമോ ആ റോസ് അങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ടായിട്ട് കിട്ടുന്ന ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ്റെ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോസ് ജോയിൻ്റെ സിൻടാക്സ് നോക്കാം അല്ലേ. എങ്ങനെയാണ്? സെലക്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ റോസുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത്? ആ കോളത്തിൻ്റെ പേരുകൾ. ഇപ്പോൾ രണ്ട് ടേബിളിലുള്ള ഏതൊക്കെ കോളംസാണ് ഇവിടെ അപ്പിയർ ആകേണ്ടത് ആ പേരുകൾ. ഫ്രം ഫസ്റ്റ് ടേബിളിൻ്റെ പേര്, ക്രോസ് ജോയിൻ സെക്കൻഡ് ടേബിളിൻ്റെ പേര്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ക്രോസ് ജോയിൻ എക്സാമ്പിൾ, ഇവിടെ രണ്ട് ടേബിളുണ്ട്. ക്ലാസ് എന്ന് പറയുന്ന ഒരു ടേബിളും ക്ലാസ് ഇൻഫോ എന്ന് പറയുന്ന ടേബിളും ഉണ്ട്. ക്ലാസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് ID, നെയിം എന്ന് പറഞ്ഞ രണ്ട് കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ക്ലാസ് ഇൻഫോയുടെ അകത്ത് ID, അഡ്രസ്സ് എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് ടേബിളിനെയും ക്ലാസ് ഇൻഫോയെയും ക്രോസ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വറി എഴുതാം? SQL ക്വറി സെലക്ട് സ്റ്റാർ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് ടേബിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് ക്രോസ് ജോയിൻ ക്ലാസ് ഇൻഫോ. ക്ലാസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേബിളിൻ്റെ പേര്, ക്ലാസ് ഇൻഫോ എന്ന് പറയുന്ന സെക്കൻഡ് ടേബിളിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേബിൾ ക്ലാസ്, അപ്പം ID1 നെയിം ആപ്പി, ID1 അഡ്രസ്സ് ഡൽഹി കേട്ടോ, 1 ആപ്പി 1 ഡൽഹി. രണ്ടാമത്തെ 2 ആദം 1 ഡൽഹി, 2 ആദം 1 ഡൽഹി. 4 അലക്സ് 1 ഡൽഹി, 4 അലക്സ് 1 ഡൽഹി. ഇങ്ങനെ നമ്മൾ ഓരോ റോസും ഇവിടെ നമ്മൾ റിസൾട്ടായിട്ട് എഴുതി നമ്മൾ ഒരു റിസൾട്ടായിട്ടുള്ള ടേബിൾ ഫോം ചെയ്യും. ഈ SQL ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യും. പിന്നെ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് റോ ഇതിൽ ഫസ്റ്റ് റോ ആയിട്ട് കമ്പൈൻ ചെയ്യും. പിന്നെ ഫോർത്ത് റോയിനെ ആദ്യത്തെ ടേബിളിലെ ഫോർത്ത് റോയിനെ ഫസ്റ്റ് റോ ആയിട്ട് കമ്പൈൻ ചെയ്യും. പിന്നെ സെക്കൻഡ് റോയിനെ ഫസ്റ്റുമായിട്ട്, സെക്കൻഡുമായിട്ട്, സെക്കൻഡിന് തേർഡുമായിട്ട്. പിന്നെ 4 എന്ന് പറയുന്ന ID ഉള്ള ഈ റോയിനെ തേർഡ് റോ എന്ന് പറയാം അല്ലേ. ഇതിന് തേർഡ് റോയിനെ ഫസ്റ്റുമായിട്ട്, തേർഡ് റോയിന് സെക്കൻഡുമായിട്ട്, തേർഡ് റോയിന് ഇതിൽ തേർഡുമായിട്ട്, അങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് കിട്ടി. ഇതാണ് ക്രോസ് ജോയിൻ ക്വറി. നെക്സ്റ്റ് നമുക്ക് ഇന്നർ ജോയിൻ ഓർ ഇക്യു ജോയിൻ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നൊരു സിമ്പിൾ ജോയിൻ ആണ്. ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ടേബിൾ എന്ന് പറയുമ്പം അത് എന്തിൻ്റെ ബേസിസിലാണുള്ളത്? അതായത് നമ്മൾ രണ്ട് ടേബിൾസ് തമ്മിലായിരിക്കുമോ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ടേബിളിലുള്ള കോളംസിൻ്റെ വാല്യൂസ് നമ്മൾ ഇക്വാലിറ്റി കണ്ടീഷൻ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ചെക്ക് ചെയ്തിട്ട് ഇക്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. സെലക്ട് ഏതൊക്കെ കോളംസ് ആണ് നമ്മുടെ റിസൾട്ടൻ്റായിട്ടുള്ള ടേബിളിൽ വരേണ്ടത്, അതിൻ്റെ പേരുകൾ. ഫ്രം ടേബിൾ ഫസ്റ്റ് ഇന്നർ ജോയിൻ ടേബിൾ സെക്കൻഡ്. വെയർ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. അതായത് ആദ്യത്തെ
ടേബിളിലെ കോളം നെയിം രണ്ടാമത്തെ ടേബിളിൻ്റെ കോളം നെയിമുമായിട്ട് ഈക്വലായിട്ട് വരുമെങ്കിൽ അങ്ങനെയുള്ള റോസിനെ മാത്രമേ റിസൾട്ടായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് പറയും? അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കൊറിയായിട്ട് എഴുതാം? സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ്. ഇവിടെ ഇന്നർ ജോയിൻ എന്നുണ്ട്. ഇന്നർ ജോയിൻ ഇല്ല. സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് ഇൻഫോ വെയർ ക്ലാസ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു ക്ലാസ് ഇൻഫോ ഡോട്ട് ഐ ഡി. അപ്പോൾ ക്ലാസ് ഡോട്ട് ഐ ഡിയും ക്ലാസ് ഇൻഫോ ഡോട്ട് ഐ ഡിയും ഈക്വൽ ആയിരിക്കണം. അതായത് എന്താണ്? അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആണെങ്കിൽ ആ റോസിനെ മാത്രം റിട്ടേൺ ചെയ്യാവുള്ളൂ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. അതായത് നമ്മുടെ റിസൾട്ടായിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പം റിസൾട്ടായിട്ട് കിട്ടുന്ന ടേബിൾ എന്ന് പറയുമ്പം 1 അബി എന്നിട്ട് ഇവിടെ നോക്കും ഐ ഡി 1 ആയിട്ടുള്ള അഡ്രസ്സ് ഏതാണ്? ഡൽഹി. അപ്പോൾ 1 അബി 1 ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോ ആയിട്ട് കിട്ടാൻ പോണത്. 2 ആദം, ഇവിടെ 2 ഐ ഡി ആയിട്ട് വന്ന റോ ഏതാ? ഇത് 2 മുംബൈ. അതാണ് നമ്മുടെ അടുത്ത റോ ആയിട്ട് റിസൾട്ട് ടേബിളിൽ വന്നത്. 3 അലക്സ്, 3 ചെന്നൈ. അതാണ് നമ്മുടെ തേർഡ് റോ ആയിട്ട് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? 2 ടേബിളുണ്ട്. ക്ലാസ്സിനും ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ ടേബിൾ. ആ ക്ലാസ് എന്ന് പറയുന്ന ടേബിളിൻ്റെയും ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ ടേബിളിൻ്റെയും ഐ ഡി സെയിം ആകുന്ന കണ്ടീഷൻ വരുന്ന റോസിനെ മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നർ ജോയിൻ ക്വറി ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇന്നർ ജോയിൻ എന്നും കൊടുക്കാം. അടുത്ത നാച്ചുറൽ ജോയിൻ. നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഇന്നർ ജോയിൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇക്വാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്തില്ല 2 കോളംസ് തമ്മിൽ. അപ്പോൾ നാച്ചുറൽ ജോയിൻ്റെ കേസിൽ ആ കോളംസിൻ്റെ പേര് എപ്പോഴും സെയിം ആയിരിക്കണം എന്നതാണ്. അതുപോലെ സെയിം ഡേറ്റ ടൈപ്പും ആയിരിക്കണം എന്നതാണ്. ഇവിടെയും ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ 2 ടേബിൾ സെയിം ടേബിൾസ് തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ക്വറി എഴുതാം. സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് നാച്ചുറൽ ജോയിൻ ക്ലാസ് ഇൻഫോ. അപ്പോൾ റിസൾട്ടിനായിട്ടുള്ള എന്തായിരിക്കും? സെയിം നമ്മൾ നേരത്തെ ഈ ഇന്നർ ജോയിനി എന്താണോ നമുക്ക് കിട്ടിയ റിസൾട്ട് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പക്ഷെ എന്താ പ്രത്യേകത? ഒരു ഐ ഡി മാത്രം ഡിസ്പ്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ഈ എബോ എക്സാമ്പിളിൽ 2 ടേബിൾസും ജോയിൻ ചെയ്തു. ഐ ഡി കോളം സെയിം ഐ ഡി കോളം ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടുത്തെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറഞ്ഞ ടേബിളിനകത്തുള്ള സെയിം ഐ ഡി അത് തന്നെയാണ് ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന റോസിനെ മാത്രമാണ് ഇവിടെ നമ്മുടെ റിസൾട്ടിനായിട്ടുള്ള ടേബിളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഔട്ടർ ജോയിൻ. ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാച്ച്ഡും അൺമാച്ച്ഡ് ഡേറ്റയും ബേസ് ചെയ്തിട്ടാണ്. ഔട്ടർ ജോയിൻ തന്നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടിനായിട്ട് ടേബിൾ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്തായിരിക്കും? ലെഫ്റ്റ് ഔട്ടർ ജോയിനിൽ സിംപ്ലി പറയാനാണെങ്കിൽ 2 കോളംസ് ഉണ്ട്. ടേബിൾ 1ഉം ടേബിൾ 2ഉം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ചെയ്ത് കഴിയുമ്പം ടേബിൾ 1ഉം ടേബിൾ 2ലും മാച്ചായിട്ടുള്ള റോസ് ഇല്ലേ അതും ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ലെഫ്റ്റ് സൈഡിൽ ടേബിൾ 1ലിരുന്ന ആ ടേബിൾ 1ലുള്ള റോസുകളും ഡിസ്പ്ലേ ചെയ്യും. അതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിനിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സിൻറ്റക്സ് എന്ന് പറയുന്നത് സെലക്ട് ഏതൊക്കെ കോളംസ് ആണ് വേണ്ട അതിൻ്റെ പേര് ഫ്രം ടേബിൾ നെയിം 1 ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ടേബിൾ നെയിം 2 ഓൺ എന്തിൻ്റെ ബേസിസിലാണ്? ടേബിൾ നെയിം 1ൻ്റെയും ടേബിൾ നെയിം 2ൻ്റെയും കോളം നെയിംസും തമ്മിൽ ഇക്വാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്തതിൻ്റെ ബേസിസിൽ. അപ്പോൾ ഇവിടെ എന്താണ്? ക്ലാസ് ടേബിളും ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ 2 ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലാസ് ഐ ഡിയും ക്ലാസ് ഇൻഫോ ഐ ഡിയും തമ്മിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അതിൻ്റെ ബേസിസിൽ എന്താണ്? ഐ ഡി ഇവിടെ 1 ആണ്, അഭിയാണ് നെയിം. അപ്പോൾ ഇവിടെ ഐ ഡി 1 ആയിട്ടുള്ള ആരാണ്? ഡൽഹി, അഡ്രസ്സ് ഡൽഹി. അപ്പോൾ നമ്മൾ ആ റോയിന് ഇവിടെ എഴുതും 1 അബി 1 ഡൽഹി. 2 ആദമാണ്, 2 ഐ ഡി ആയിട്ടുള്ള ആളുടെ അഡ്രസ്സ് എന്താണ്? മുംബൈ. അപ്പോൾ 2 ആദം 2 മുംബൈ. 3 അലക്സ്, 3 ഐ ഡി ആയിട്ടുള്ള അഡ്രസ്സ് എന്താണ്? ചെന്നൈ. അപ്പോൾ 3 അലക്സ് 3 ചെന്നൈ. പിന്നെന്താ പറഞ്ഞത്? ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ എന്താണ്? മാച്ച് ചെയ്തിട്ടുള്ള റോസുകളും നമ്മുടെ കണ്ടീഷൻ ഐ ഡി 2 സെയിം ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ആ റോസും ഡിസ്പ്ലേ ചെയ്യിക്കും.
അതിൻ്റെ കൂട്ടത്തിൽ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ റോസുകളും ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പം 4ഉം 5ഉം അടങ്ങിയ റോസും ഡിസ്പ്ലേ ചെയ്യിക്കും. പക്ഷേ അതിൻ്റെ കണ്ടൻസ് മാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ നള്ള് കൊടുക്കും വാല്യൂസ്. കാരണം 4ഉം 5 എന്ന് പറഞ്ഞ ID ഈ ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് ഇല്ല. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ നള്ളെന്ന് കൊടുക്കും. ഇതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് ഔട്ടർ ജോയിൻ. റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നതും എന്താണ്, സിംപ്ലി പറയാനാണെങ്കിൽ 2 ടേബിൾസ് ഉണ്ട്. ടേബിൾ 1ഉം ടേബിൾ 2ഉം 2 ടേബിൾസ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പം അതൊരു പർട്ടിക്കുലർ അതിൻ്റെ കോളംസിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്ത് ഇക്വാലിറ്റി കണ്ടീഷൻ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പം ആ കമ്പാരിസൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ ഡിസ്പ്ലേ ചെയ്യിക്കും. അതുകൂടാതെ റൈറ്റ് സൈഡിലുള്ള റോസ് ഇല്ലേ, അത് ടേബിൾ 2 അല്ലേ, ടേബിൾ 1ഉം ടേബിൾ 2ഉം കൂടെ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ടേബിൾ 2 അല്ലേ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ റോസിലുള്ള ആ ടേബിളിലുള്ള എല്ലാ റോസുകളെയും കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കും. അതായത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെ സിൻടാക്സ് എന്ന് പറയുന്നത്, കോളം നെയിം സെലക്ട് ചെയ്യുക ഫ്രം ടേബിൾ നെയിം 1, റൈറ്റ് ഔട്ടർ ജോയിൻ ടേബിൾ നെയിം 2. പക്ഷേ ഇതിൻ്റെ ബേസിസിൽ ഒരു കണ്ടീഷനുണ്ട്. അതായത് ടേബിൾ നെയിം 1ലെ കോളം നെയിമും ടേബിൾ നെയിം 2ൻ്റെ കോളം നെയിമും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതെന്താ റിസൾട്ട് അങ്ങനെ വരുന്നത്, ടേബിൾ നെയിമിൻ്റെ 1ൻ്റെ കോളം നെയിമും ടേബിൾ നെയിം 2ൻ്റെ കോളം നെയിമും ഈക്വൽ ആയിട്ടുള്ള റോസിനെ ഡിസ്പ്ലേ ചെയ്യും. അതുകൂടാതെ റൈറ്റ് സൈഡിലുള്ള ടേബിളില്ലേ, ആ ടേബിളിലുള്ള എല്ലാ റോസിനെയും കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. എങ്ങനെ പറയാം, ക്ലാസ് ടേബിൾ, ക്ലാസ് ഇൻഫോ ടേബിൾ നമ്മളെങ്ങനെ കൊറി എഴുതും, സെലക്ട് സ്റ്റാർ, എല്ലാ റോസിനെയും വേണം. സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് റൈറ്റ് ഔട്ടർ ജോയിൻ ക്ലാസ് ഇൻഫോ. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലും ക്ലാസ് ഇൻഫോ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ടേബിളാണ്. എന്തിൻ്റെ ബേസിസില്ല, ക്ലാസ് ഡോട്ട് ഐ ഡിയും ക്ലാസ് ഇൻഫോ ഡോട്ട് ഐ ഡിയും ഈക്വൽ ആകുന്ന കേസിൽ. അപ്പോൾ ക്ലാസ് ഡോട്ട് ഐ ഡി 1, ക്ലാസ് ഇൻഫോ ഡോട്ട് ഐ ഡി ഈക്വൽ. ഇപ്പോൾ ഇവിടെ നോക്കി 1 അബി, ഇവിടെ 1 ഐ ഡി ആയിട്ടുള്ള ആരാ, ഡൽഹി. അപ്പോൾ നമ്മൾ 1 അബി 1 ഡൽഹി എന്ന് എഴുതും. 2 ആദം, 2 ഐ ഡി ആയിട്ടുള്ള ആളുടെ അഡ്രസ്സ് എന്താണ്, മുംബൈ. 2 ആദം 2 മുംബൈ. 3 അലക്സ്, 3 ഐ ഡി ആയിട്ടുള്ള ആളുടെ അഡ്രസ്സ് എന്താണ്, ചെന്നൈ. അപ്പോൾ 3 അലക്സ് 3 ചെന്നൈ. പിന്നെന്താ പറഞ്ഞത്, ഇത് റൈറ്റ് ഔട്ടർ ജോയിൻ ആയതുകൊണ്ട് ഇൻഫോ ടേബിൾ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ടേബിൾ, ആ ടേബിളിലെ എല്ലാ റോസിനെയും കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ 1, 2, 3 നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തു. പക്ഷേ 7ഉം 8ഉം 7ന് മാച്ചിങ് ആയിട്ടുള്ള ഐ ഡി ഇവിടെ ക്ലാസ് ടേബിളില്ലല്ലോ. 7 എന്ന് പറഞ്ഞ ഐ ഡി ക്ലാസ് എന്ന് പറഞ്ഞ ടേബിളിലുണ്ടോ, ഇല്ല. 8 എന്ന് പറയുന്ന ഐ ഡി ഉള്ള എന്തെങ്കിലും ക്ലാസ് ടേബിളുണ്ടോ, ഇല്ല. അപ്പോൾ ഈ 7നെയും 8നെയും കൂടെ ഈ റൈറ്റ് ഔട്ടർ ജോയിൻ ആയതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ അവിടെ ഐ ഡി നെയിമും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ നള്ള് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കും. ഇതാണ് റൈറ്റ് ഔട്ടർ ജോയിൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ഔട്ടർ ജോയിൻ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ, ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പം ഇവിടെ 2 ടേബിളിലെയും മാച്ച്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഇൻസൾട്ട് ചെയ്യും. പിന്നെ ലെഫ്റ്റിലെയും റൈറ്റിലുള്ള റിമൈനിങ് ആയിട്ടുള്ള ടേബിൾസിനെയും ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. സെലക്ട് കോളം നെയിം ലിസ്റ്റ്, ഏതൊക്കെ കോളംസ് ആണോ ലിസ്റ്റ് ചെയ്യേണ്ടത് അത്, ടേബിൾ നെയിം, ഫുൾ ഔട്ടർ ജോയിൻ ടേബിൾ നെയിം 2. എന്തിൻ്റെ കണ്ടീഷൻ്റെ ബേസിസില്ല, ടേബിൾ നെയിം 1ൻ്റെ കോളം നെയിമും ടേബിൾ നെയിം 2ൻ്റെ കോളം നെയിമും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ. അപ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെ വരും, ടേബിൾ നെയിം 1ൻ്റെ കോളം നെയിമും ടേബിൾ നെയിം 2ൻ്റെ കോളം നെയിമും ഈക്വൽ ആയിട്ട് വരുന്ന റോസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ മാച്ച് ചെയ്യാത്ത റോസില്ലേ, ടേബിൾ നെയിം 1ൻ്റെ മാച്ച് ചെയ്യാത്ത റോസും ടേബിൾ നെയിം 2ൻ്റെ മാച്ച് ചെയ്യാത്ത റോസും കൂടെ നമ്മുടെ റിസൾട്ടിനായിട്ട് വന്ന ടേബിളിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് ഇൻഫോ ടേബിൾ എന്ന് പറയുന്ന ഈ 2 ടേബിൾ കൺസിഡർ ചെയ്യാം എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഫുൾ ഔട്ടർ ജോയിൻ കൊറി എന്ന് പറയുമ്പം സെലക്ട് സ്റ്റാർ ഫ്രം ക്ലാസ് ഫുൾ ഔട്ടർ ജോയിൻ ക്ലാസ് ഇൻഫോ ഓൺ ക്ലാസ് ഐ ഡിയും ക്ലാസ് ഇൻഫോ ഡോട്ട് ഐ ഡിയും സെയിം ആയിരിക്കണം. അപ്പോൾ ആ കേസ് വരുമ്പം ഐ ഡി അബിയാണ്, ക്ലാസ് ഇൻഫോയുടെ ഐ ഡി 1 ആകുമ്പം ആ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് എന്താ, ഡൽഹിയാണ്. അപ്പോൾ 1 അബി 1 ഡൽഹി, 1 അബി 1 ഡൽഹി. 2 ആണ് ഐ ഡി, നെയിം ആദം. അപ്പോൾ 2 ഐ ഡി ആയിട്ടുള്ള അഡ്രസ്സ് ഏതാണ്, മുംബൈ. 2 ആദം 2 മുംബൈ. 3 അലക്സ് ആണ്, 3 ഐ ഡി ആയിട്ടുള്ള അഡ്രസ്സ് ചെന്നൈ. 3 അലക്സ് 3 ചെന്നൈ. അടുത്ത എന്താണ്, 4 അനുവാണ്. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വല്ല ഐ ഡി ഉണ്ടോ, ഇല്ല. അപ്പം ഐ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ്,
ഓക്കെ. അപ്പോൾ ഇവിടെ അപ്പം ഐ ഡി കറസ്പോണ്ടിങ് ആയിട്ട് ഫോറിന് അനു, ഇവിടെ ഫോർ എന്ന് പറയുന്ന വേറെ ഒരു ക്ലാസ് ഇൻഫോ എന്ന് പറയുന്ന ടേബിളകത്ത് ഫോർ എന്ന് പറഞ്ഞ ഐ ഡി ഇല്ലല്ലോ. അപ്പോൾ ഐ ഡി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് എഴുതും? ഫോർ അനു കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഡി ഇല്ലാത്തതുകൊണ്ട് നള്ളെന്ന് എഴുതും. 5 ആഷിഷ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി ഇവിടെ ഇല്ല. സോ 5 ആഷിഷ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഐ ഡി അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് നള്ളെന്ന് കൊടുക്കും. അടുത്ത 7 നോയിഡ, ഇവിടെ ഇല്ലല്ലോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി ക്ലാസ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത്. സോ ഇവിടെ 7 നോയിഡ. 8 പാനിപ്പട്ട്, അതും ഇവിടെ ഇല്ല. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 8 പാനിപ്പട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് SQL ജോയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.